Hello, good evening. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മെഷീൻ ടെസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ഞാൻ സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹസ്നാൻ ഷഹന, നിങ്ങൾ എന്താ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരുന്നേ? മെഷീൻ ടെസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ലേറ്റ് ആയിട്ടും ജോയിൻ ചെയ്തോളാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ. ഷഹന, സോറി. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, ഒരു 8:30 ആകുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിട്ട് ഇരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ HTML ക്ലാസ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പൈത്തൻ്റെ എല്ലാം കഴിയണം. സോ മെഷീൻ ടെസ്റ്റിന് ഇല്ലാത്തവരെല്ലാവരും, അറ്റൻഡ് ചെയ്യാത്ത എല്ലാവരും അത് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്തവരിൽ ഹസ്ന ആൻഡ് ഷഹന ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നത്. അരുൺ അരുൺ കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിരുന്നോ? അരുൺ കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിരുന്നോ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് മെഷീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത് അഭിഷേക് എസ്, ആദർശ് ചന്ദ്രൻ, ആദർശ് കെ എസ് ആൻഡ് TP ദേവപ്രയാഗ്. ഇത്രയും പേരാണ് മെഷീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത്. അല്ലാത്ത ബാക്കി 3 പേരും ഇന്ന് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. 8:30 നിങ്ങളുടെ മെഷീൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ്സേ കാണും. അത്രേ കാണൂ നിങ്ങൾക്ക് മെഷീൻ ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് HTML ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. HTML മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അതായത് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ്, അതായത് ഏതൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കോട്ടെ, അതിനകത്ത് കാണുന്ന എല്ലാ ഫ്രണ്ട് എൻഡും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് HTML അല്ലെങ്കിൽ CSS, HTML-ഉം CSS-ഉം യൂസ് ചെയ്തിട്ടാണ്. HTML യൂസ് ചെയ്ത് നമ്മൾ ഓരോ കോഡ് ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ബിൽഡ് ചെയ്തതിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. CSS മീൻസ് കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ. ഓരോ വെബ് പേജസ് നമ്മൾ HTML വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി CSS യൂസ് ചെയ്യും. അപ്പോൾ കളക്ഷൻ ഓഫ് വെബ് പേജസിനെയാണ് നമ്മളൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അത് തമ്മിലൊരു ലിങ്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ കാണും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റ് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓൺലി ഫ്രണ്ട് എൻഡ് ആണ് കേട്ടോ. ഫ്രണ്ട് എൻഡിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത് HTML, CSS, അതുപോലെ ബൂട്ട്സ്ട്രാപ്പ്, ജാവാസ്ക്രിപ്റ്റ്. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് മാത്രമായിരിക്കും പറയുന്നത്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് ബാക്ക് എൻഡ് ചെയ്യുന്നത്. സോ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് പഠിക്കേണ്ട വരില്ല. പക്ഷെ എങ്കിലും ഒരു ബട്ടന്റെ ആക്ഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് പറയും. ഓക്കെ. അപ്പോൾ HTML, CSS ആണ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. HTML-ന്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, CSS കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ്. ഓക്കെ. HTML-ന്റെ കറന്റ് വെർഷൻ എന്ന് പറയുന്നത് HTML5 ആണ്. CSS 3 കഴിഞ്ഞു. 3 കഴിഞ്ഞു ഇപ്പൊ നിൽക്കുവാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ആ വെബ്സൈറ്റിൽ എന്തൊക്കെ പേജസ് ഉണ്ട്? ഒരുപാട് പേജസ് ഉണ്ട്. ഇപ്പൊ ഹോം പേജ് കാണും, ലോഗിൻ പേജ് കാണും, എബൌട്ട് പേജ് കാണും, ഡീറ്റെയിൽ പേജ് കാണും, അങ്ങനെ ഒരുപാട് പേജസ് കാണും. എല്ലാ പേജസ് നമ്മൾ ഈ HTML യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. ഓരോ പേജ് ബിൽഡ് ചെയ്തിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കുറേ വെബ് പേജസ് ചേർന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പഠിക്കും. അതുപോലെ ഒരു ഫേസ്ബുക്ക് ലോഗിൻ പേജ്, നെറ്റ്ഫ്ലിക്സ് ലോഗിൻ പേജ്, ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിക്കും. ഓക്കെ. ഓക്കെ ആണോ? എന്താണെന്ന് HTML എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ കിട്ടിയോ? ഓക്കെ. അപ്പൊ പൈത്തൺ കോഡ് നിങ്ങൾ പൈച്ചാമിലായിരുന്നു ചെയ്തത്. പക്ഷേ HTML കോഡ് നിങ്ങൾ VS കോഡിലായിരിക്കും ചെയ്യുന്നത്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയും. അപ്പോൾ അത് പൈത്തൺ മാത്രമല്ല, നിങ്ങൾക്ക് അത് HTML മാത്രമല്ല, പൈത്തൺ ആയിക്കോട്ടെ, C++, ജാവ, അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും നിങ്ങൾക്ക് VS കോഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കാണും. ഇപ്പൊ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? VS കോഡ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ബ്ലൂ കളറില്
ആണ് വി എസ് കോഡ് ഇരിക്കുന്നത്. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഷഹാന ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഇപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ ലിങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വി എസ് കോഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓൺ നിങ്ങൾ ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിളിൽ പോയി വി എസ് കോഡ് എന്ന് ടൈപ്പ് ചെയ്യാം. വി എസ് കോഡ് ഇത് യൂസ് ചെയ്യാനും വളരെ സിമ്പിൾ ആണ്. വി എസ് കോഡ് എൻ്റർ ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ആ ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ വി എസ് കോഡ് യൂസ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അത് ഓപ്പൺ ചെയ്യാം. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ഫോർ വിൻഡോസ് കൊടുക്കുക. അപ്പൊ തന്നെ അത് ഡൗൺലോഡ് ആയിക്കോളും. ക്ലിക്ക് ചെയ്യൂ. ഓക്കെ, ഇപ്പൊ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. നെറ്റ് സ്ലോ ആണോ ശരൺ? ബാക്കി എല്ലാവരുടെ കയ്യിലും ഉണ്ടോ? ഒന്ന് മെസ്സേജ് അയച്ചേ. യെസ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കോ ഉള്ളവരെ, ഇല്ലാത്തവർ നോ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ക്ലോസ് ചെയ്തോളൂ. ഡൗൺലോഡ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അല്ലാതെ പൈത്തൺ പോലെ നമ്മൾ ഓരോ വേർഷൻസ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. അപ്പോ ആദർശ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. അപ്പൊ എങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദർശ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വി എസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലേക്ക് സിസ്റ്റത്തിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് വരാം. എന്നിട്ട് ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡെസ്ക്ടോപ്പ് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് HTML ക്ലാസ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് എന്ന് പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, HTML എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡർ നമുക്ക് എന്ത് ചെയ്യാം, വി എസ് കോഡ്
കോഡിൽ വന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ VS കോഡ് ഓപ്പൺ ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ വന്ന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം VS കോഡ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ നമ്മൾ ഇവിടെ വന്ന് ഓപ്പൺ ചെയ്യുവാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ഫോൾഡർ, ഓപ്പൺ ഫോൾഡർ ഉണ്ടോ? ഡെസ്ക്ടോപ്പിൽ എവിടാണോ ക്രിയേറ്റ് ചെയ്തത് ആ ഫോൾഡർ ഇവിടെ വന്ന് ഓപ്പൺ ചെയ്യാം. HTML ഓപ്പൺ കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അവിടുന്ന് തന്നെ ഫയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ HTML നേരെ അതിന്റെ ഒരു പ്ലസ് ഐക്കൺ കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുക. a1.html എന്ന് പറഞ്ഞ് ഒരു പേര് കൊടുക്കുക. ഫോൾഡറും ക്രിയേറ്റ് ചെയ്തു, ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫയലിനുള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ നമ്മൾ HTML കോഡ് കൊടുക്കുന്നത്. ഇപ്പൊ .html എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ്. ഇതിനുള്ളിൽ വേണം നമ്മൾ കോഡ് കൊടുക്കാനായിട്ട്. CSSന്റെ എക്സ്റ്റൻഷൻ .css എന്ന് തന്നെയാണ്. പൈത്തന്റെ ആണെങ്കിൽ .py ആണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൻ്റെത് .js ആണ്. അപ്പോൾ നമ്മൾ HTML ആയതുകൊണ്ട് തന്നെ .html യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും സ്റ്റെപ്സ് എല്ലാവരും ഒന്ന് ചെയ്തേ. ഓക്കെ, ക്ലോസ് ചെയ്തോളൂ, സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇത്രയും സ്റ്റെപ്സ് എല്ലാവരും ഒന്ന് ചെയ്യും. ഷഹന കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഒന്ന് പറയണേ. ഷഹന എവിടം വരെ ചെയ്തു? കംപ്ലീറ്റ് ആയോ? ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയവരെ നിങ്ങൾ നോക്കുക. നിങ്ങൾ day1.html കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലാണ് നിങ്ങൾ കോഡ് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കൊടുക്കുന്ന ഫയൽസ് ഫോൾഡേഴ്സിന്റെ ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫയൽസിൽ വന്നിട്ട് ജസ്റ്റ് HT എന്ന് ടൈപ്പ് ചെയ്യുക. HT എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ 3 ഓപ്ഷൻസ് ഇതുപോലെ കാണും. HTML, HTML5 ആൻഡ് HTML/XML എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് കാണും. അപ്പോൾ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന വെർഷൻ HTML5 ആയതുകൊണ്ട് തന്നെ HTML5 എന്ത് ചെയ്യുക? ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവരും ചൂസ് ചെയ്ത് കൊടുക്കുക HTML5. അപ്പൊ ഇത്രയും കോഡ് അവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ, എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓരോ സ്റ്റെപ്പ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ഡോക് ടൈപ്പ് HTML എന്ന് പറഞ്ഞാല് നമ്മുടെ HTML കറന്റ് യൂസ് ചെയ്യുന്ന ടൈപ്പ് HTML5 ആയതുകൊണ്ട് ഡോക്യുമെന്റ് ടൈപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ HTML യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്തു. ദെൻ ഹെഡ് ടാഗിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇതിന് വേണ്ട മെറ്റൽ ക്യാരസെറ്റും അതുപോലെ നെയിം ഒക്കെ കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പിന്നെ നമുക്ക് ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ലിങ്കും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ് യൂസ് ചെയ്യുന്നത്. ലിങ്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഹെഡിനുള്ളിലേക്ക് കൊടുക്കാം. അതായത് വേറൊരു പേജുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഹെഡിനുള്ളിൽ കൊടുക്കാം. പിന്നെ വന്നിട്ട് ഹെഡ് ക്ലോസ് ആയി. ഇപ്പം നമ്മുടെ HTML എന്ന് പറയുന്നത് ടാഗ്സ് ആണ്, ഗ്രൂപ്പ് ഓഫ് ടാഗ്സ് ആണ്. അതായത് ഓപ്പണിംഗ് ടാഗും കാണും, ക്ലോസിംഗ് ടാഗ് കാണും. ഓപ്പണിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങുക, ക്ലോസിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്ലാഷ് വരിക. ഓക്കെ,
അതായത് പെയർഡ് ടാഗും ഉണ്ട്, അൺപെയർഡ് ടാഗും ഉണ്ട്. അൺപെയർഡ് ടാഗ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ടാഗ് ഇല്ലാതെ ഓപ്പണിംഗ് ടാഗ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ അൺപെയർഡ് ടാഗ് എന്ന് പറയുന്നത്. അൺപെയർഡ് ടാഗ് ഏകദേശം കുറച്ച് മാത്രമേ കാണൂ, ബാക്കി എല്ലാം പെയർഡ് ടാഗ് ആണ്. പെയർഡ് ടാഗിന് ഓപ്പണിംഗ് ടാഗും കാണും, ക്ലോസിംഗ് ടാഗും കാണും. ഏതൊരു ടാഗ് എടുത്ത് നോക്കിയാലും അതിനൊരു ഓപ്പണിങ്ങും ക്ലോസിംഗും കാണും. ഈ ഓപ്പണിങ്ങിന്റെയും ക്ലോസിംഗിന്റെയും ഇടയ്ക്കാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, HTML ഇവിടെ ഓപ്പൺ ചെയ്തെങ്കിൽ താഴെ ക്ലോസ് ആയിട്ടുണ്ട്, കണ്ടോ? അതുപോലെ ഹെഡ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് അതിന് ക്ലോസ് വന്നിട്ടുണ്ട്. ബോഡി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിന് ക്ലോസും വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഓപ്പണിംഗ് ക്ലോസിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹെഡ് ടാഗ് പറഞ്ഞു. നെക്സ്റ്റ് ബോഡി ടാഗ് ആണ് പറയുന്നത്. ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ കണ്ടന്റ്സും നമ്മൾ കൊടുക്കുന്നത് ഈ ബോഡിക്കുള്ളിലാണ്, അല്ലാതെ ഈ ഹെഡിലും HTML കണ്ടന്റിലൊന്നും അല്ല. ഈ ബോഡിക്കുള്ളിലാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ബോഡിക്കുള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ബോഡി ക്ലോസ് ചെയ്യുക, ദെൻ HTML ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. HTML ജസ്റ്റ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ വേണം നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെല്ലാം, എങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും മനസ്സിലായതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയതിന് നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ടാഗ്സ് പഠിക്കാം. മെയിൻലി നമ്മൾ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും യൂസ് ചെയ്തിട്ടാണ് HTML ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടാഗ് ഹെഡിംഗ് ടാഗ് ആണ്. ഹെഡിംഗ് ടാഗ് മെയിൻ ആയിട്ട് 6 ടൈപ്പിലാണ് ഉള്ളത്. H1 to H6 വരെയാണ്. അതായത് H1 എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹെഡിങ്സ് പ്രിന്റ് ചെയ്യാനാണെങ്കിൽ, H6 ഏറ്റവും ചെറിയ ഹെഡിങ് പ്രിന്റ് ചെയ്യാനായിരിക്കും. ബാക്കിയുള്ളത് അതിനിടയ്ക്കായിട്ട് പോകും. എക്സാമ്പിൾ ഞാനിപ്പോ H1 എന്ന് പറഞ്ഞ് ഒരു ടാഗ് കൊടുത്തു. ഇതിലേക്ക് ഞാനൊരു മെസ്സേജ് കൊടുക്കുവാണ്, വെൽക്കം ടു ഓൾ. വെൽക്കം ടു എന്ന് പറഞ്ഞ് ഞാനൊരു മെസ്സേജ് കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്യാം. ഒന്ന് റൺ ചെയ്ത് നോക്കുന്നു. റൺ ചെയ്യുന്ന എങ്ങനെയാന്ന് പറയാം, അറിയാത്തവരൊക്കെ നോക്കുക. നിങ്ങൾ ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. ഡെസ്ക്ടോപ്പിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോൾഡറിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിനകത്ത് കാണുന്നത്? നമ്മളിപ്പോ VS കോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫയൽ കാണും. ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ എന്താണോ അവിടെ ടൈപ്പ് ചെയ്തത് അത് നമുക്ക് കാണാം. ഞാനിപ്പോ H1 വെൽക്കം ടു ഓൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണ് കൊടുത്തത്. അതിവിടെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എല്ലാരും നോക്കുക. എല്ലാരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഓപ്പൺ ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കുക. എനിക്കിപ്പോ ഇവിടെ വെൽക്കം ടു എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കിട്ടാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയോ അൺമ്യൂട്ട് ചെയ്ത് പറയുകയോ ചെയ്യും. കിട്ടിയവര് ജസ്റ്റ് യെസ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇടുക. ഹലോ മാം. ആ പറഞ്ഞോളൂ. പൈച്ചാമ്പിൽ ചെയ്തോളൂ. പൈച്ചാമ്പിൽ HTML ചെയ്യാൻ പറ്റുമോ? പൈത്തന് വേണ്ടിയിട്ടുള്ള കോഡ് എഡിറ്റർ ആണെന്നാണ് എന്റെ വിശ്വാസം. HTML അതിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പൈത്തന് വേണ്ടിയിട്ടാണ്. ലിനക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ടെർമിനലിൽ ചെയ്യാൻ, കോഡ് എഡിറ്റർ വഴി ചെയ്യാൻ. കുഴപ്പമില്ല, ഒന്ന് നോക്കുക.
HTML VS Code ഡൗൺലോഡ് ആവുമോ നോക്കാം. ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, ബേസിക് മാത്രമേ പറയാം. റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി, മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ആദർശ് ചന്ദ്രന് കിട്ടി, ബാക്കിയുള്ളവർ കിട്ടുമ്പോൾ മെസ്സേജ് അയക്കുക, കിട്ടാത്തവര് പറയാ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഹെഡിങ്സും കൂടി നോക്കാം. H1 to H6 വരെ ആയിരുന്നു പറഞ്ഞത്. സോ നമുക്ക് H2 to H6 വരെ കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് കൂടി അറിയാലോ. H2 കൊടുത്തു, H3 to H4 കൊടുക്കുന്നു, H5 ആൻഡ് H6 കൊടുക്കുന്നു. അപ്പൊ നമ്മള് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി റൺ ചെയ്തു H1 to H6 വരെയുള്ള ഡിഫറൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡിഫറൻസ് എന്താന്ന്. H1 എന്ന് പറയുന്ന ഏറ്റവും വലിയ ആണെങ്കിൽ H6 ഏറ്റവും ചെറിയ ഹെഡിങ്സ് ആണ്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ വലുത് വലുത് ചെറുത് ചെറുത് അങ്ങനെ പോകും. ഇനിയാണ് നമ്മുടെ ഹെഡിങ്സ് ടാഗ്സ് നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുന്നത്. ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാവോ? അപ്പൊ നമ്മളിവിടെ ഡോക്യുമെന്റിന്റെ പേര് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ടൈറ്റിൽ ബാറിന്റെ അവിടെ ഡോക്യുമെന്റ് കണ്ടില്ലേ? ഈ ഡോക്യുമെന്റ് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. റൺ ചെയ്യുന്ന സമയത്ത് ടോപ്പിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. സോ എനിക്ക് ഡോക്യുമെന്റ് എന്ന് വേണ്ട, ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഫസ്റ്റ് ക്ലാസ് കൊടുത്തു ടൈറ്റിൽ. റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളത് റൺ ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഒരിക്കലും നമ്മുടെ പേജിനുള്ളിലല്ല അത് വരുന്നത്. റൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഡോക്യുമെന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് എന്നായിരിക്കും വരുന്നത്. കണ്ടോ, ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്ലാസ് യൂസ് ചെയ്യുന്നത്. ചെയ്ത് നോക്കുക. ഹെഡിങ് ടാഗ്സ് കഴിഞ്ഞവരാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പാരഗ്രാഫ് ടാഗ് ചെയ്ത് നോക്കാം. പാരഗ്രാഫ് ടാഗ് എന്ന് പറയുമ്പോൾ പി ടാഗ് ആണ് പാരഗ്രാഫിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. H1 ടാഗിന് H ടാഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഹെഡിങ് ടാഗിന് H ടാഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പാരഗ്രാഫ് ടാഗിന് നമ്മൾ പി ടാഗ് ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് പി ടാഗ് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള പാരഗ്രാഫ് കൊടുക്കുക, റൺ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു പാരഗ്രാഫ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. കണ്ടോ, പാരഗ്രാഫ് റിട്ടേൺ ചെയ്ത് കിട്ടിയത് കണ്ടോ?
അപ്പൊ നമ്മുടെ HTML-ല് ഫോണ്ടിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടാഗ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ബോൾഡ് ടാഗും മറ്റൊന്ന് ഇറ്റാലിക് ടാഗും ആണ്. ബോൾഡ് ടാഗ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് ജസ്റ്റ് ബോൾഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബോൾഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ പാരഗ്രാഫ് തന്നെ ഒന്ന് ബോൾഡ് ചെയ്ത് നോക്കാം. സോ ബി ടാഗ് കൊടുക്കുക. ബി ടാഗ് ആണ് ബോൾഡിന് വേണ്ടി. സോ ബി ടാഗ് കൊടുക്കുക. അതിനുള്ളിൽ പി ടാഗ് കൊടുക്കുക. അതായത് ഞാൻ കൊടുക്കുന്ന പാരഗ്രാഫ് എനിക്ക് ബോൾഡ് ആയിട്ട് വേണം. സോ ബി ടാഗിനുള്ളിൽ പി ടാഗ് കൊടുക്കുക. സേവ് ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും കൊടുക്കാം കേട്ടോ. പി ടാഗിനുള്ളിൽ പിയും കൊടുക്കാം. എങ്ങനെ കൊടുത്താലും നമുക്ക് പാരഗ്രാഫിന് ഇതേ ബോൾഡ് ആയിട്ട് കിട്ടി. കണ്ടോ, ബോൾഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോൾഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ടാഗ് ഉണ്ട്, എന്താണ് ഇറ്റാലിക്. ഇറ്റാലിക് നിങ്ങൾക്ക് അറിയാലോ, അതും ഒരു ഫോണ്ട് സ്റ്റൈൽ തന്നെയാണ്. ഇറ്റാലിക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ആണ്. ഓക്കെ, ബോൾഡിന് ബി ടാഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റാലിക്കിന് നമ്മൾ ഐ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതും കൂടി ചെയ്ത് നോക്കാം. ജസ്റ്റ് ഐ ടാഗ് കൊടുക്കുക, അതിനുള്ളിൽ ബി ടാഗ് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ ടൈം തരാം. ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്യുക, ബോൾഡ് ടാഗും ഇറ്റാലിക് ടാഗും ചെയ്യുക. ഇപ്പൊ ബോൾഡ് ഇറ്റാലിക് നമ്മളുള്ള വ്യത്യാസം കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് ചരിഞ്ഞ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റാലിക് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോണ്ട് ബോൾഡ് യൂസ് ചെയ്യുന്നത് ബോൾഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ രണ്ടും നോക്കി. ദെൻ നെക്സ്റ്റ് ടാഗ് എന്ന് പറയുന്നത് നമുക്ക് ബോൾഡും ഇറ്റാലിക്കും ഒരുമിച്ച് കൊടുക്കാൻ പറ്റും ഒരു പാരഗ്രാഫിൽ. അപ്പൊ എന്താവും, ആ പാരഗ്രാഫിന്റെ ഫോണ്ട് എന്ന് പറയുന്നത് ഇറ്റാലിക്കും ആണ്, അതുപോലെ ബോൾഡും ആണ്. സോ ഇതെല്ലാം ഒരുമിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റൈലും കിട്ടും. അതുപോലെ പല പല സ്റ്റൈൽസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബോൾഡ് ഇറ്റാലിക്കും കൂടി നോക്കാം. സോ അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ബി കൊടുത്തു, ദെൻ ഐ കൊടുത്തു, ദെൻ പി കൊടുത്തു. അതായത് ബോൾഡ് ആയിരിക്കണം, ഇറ്റാലിക് ആയിരിക്കണം, എന്ത് നമ്മുടെ പാരഗ്രാഫ്. സോ ബോൾഡ് ഇറ്റാലിക് പാരഗ്രാഫ് കൊടുത്തു. റൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ഡിഫറൻസിൽ നമുക്ക് നമ്മുടെ പാരഗ്രാഫിന് കിട്ടി. കണ്ടോ, ഇപ്പൊ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നാലും നാല് രീതിയിലുള്ള പാരഗ്രാഫാണ്. ആദ്യത്തെ വെറും പി ടാഗ്, പിന്നെ പി ടു പി, പിന്നെ പിയും ഐയും, പിന്നെ പി ഐ പി. ക്ലിയർ ആയോ? പാരഗ്രാഫ് ടാഗ് ആൻഡ് ഹെഡിംഗ് ടാഗ് ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുക.
ഓക്കെ, കംപ്ലീറ്റ് ആയവര് ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെഷീൻ ടെസ്റ്റ് നടത്താൻ പോവാണ്. ഇത്രയും പറഞ്ഞതിൽ ഡൗട്ട് ഇല്ലാത്ത കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. താങ്ക് യു. ക്ലിയർ ആയോ ദേവപ്രയ? ഓക്കെ, ലെഫ്റ്റ് ആയി. ഷഹന, ഓക്കെ ആണോ മെഷീൻ ടെസ്റ്റിന്? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുക, എന്നിട്ട് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട, വീഡിയോ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്താൽ മതി. ക്യാമറ വർക്കിംഗ് അല്ലാത്തത് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സിൽ പോവാ, എന്നിട്ട് അലോ കൊടുത്താൽ മതി. ഫോണിൽ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഫേസിന്റെ ആ ഒരു ഓപ്ഷനിൽ. വീഡിയോ ഓൺ ചെയ്യുക, അപ്പോഴേക്ക് ഞാൻ ക്വസ്റ്റ്യൻ പറയാം. പെട്ടെന്ന് ടൈം പോകുന്നു. നിങ്ങൾക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, കാര്യം ഇന്നലെ ഇതിന് മാത്രമായിരുന്നു നമ്മൾ ക്ലാസ് വെച്ചത്. പക്ഷെ ഇന്നലെ നിങ്ങൾ ജോയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ക്ലാസ്സിന് ശേഷം നടത്തുന്നത്. ഓക്കെ, ഹസ്ന ആൻഡ് അരുൺ, നിങ്ങൾ കൂടി ഓപ്പൺ ചെയ്യാം. ആ ഫോണിൽ കയറിക്കോളൂ. ഹസ്ന, ഓക്കെ. അപ്പൊ കോഡ് 3 ടൈപ്പ് ആണ് ഞാൻ വെക്കാൻ പോകുന്നത്, ABC. അപ്പൊ നിങ്ങൾക്ക് വേണ്ട കോഡ് ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ABC എന്ന് പറഞ്ഞ 3 കോഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് കോഡ് വേണമെന്ന് പറയാം. ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, ഷഹന എ, ഹസ്ന ബി. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടാം. സോറി, ഗ്രൂപ്പിലല്ല, മെസ്സേജിലിടാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. എ കോഡ് കിട്ടിയവര് മാനേജ്മെന്റ് സിസ്റ്റം ആണ്, സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ബുക്ക് നമ്മൾ ചെയ്തതാണ്. അതിന് ക്ലാസ് കൊടുക്കുക, എന്നിട്ട് ഒരു എം ടി ലിസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ആ ലിസ്റ്റിലേക്ക് ബുക്ക് ആഡ് ചെയ്യുക, ബുക്ക് മൂവ് ചെയ്ത് എഡിറ്റ് ചെയ്യുക. സ്റ്റുഡന്റ് ആണെങ്കിലും സെയിം തന്നെ, ഒരു എം ടി ലിസ്റ്റ്, അതിൽ സ്റ്റുഡന്റിനെ അറ്റൻഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, വ്യൂ ചെയ്യുക, ഇത്രയും ഫങ്ഷൻസ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ അരുൺ, നമുക്ക് 3 കോഡുണ്ട്, എ ബി സി. 3 കോഡുണ്ട്. ഏത് കോഡാ വേണ്ടത് അരുൺ? ക്വസ്റ്റ്യൻ പറയില്ല, കോഡ് ഏത് വേണമെന്ന് പറയും. ബി ആണോ? എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഇടാം. അതായത് സ്റ്റുഡന്റിന്റെ ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ക്ലാസ് യൂസ് ചെയ്തിട്ട്, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഫങ്ഷൻസ് കൊടുക്കാം. സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വ്യൂ ചെയ്യാനുള്ള ഫങ്ഷൻസ്. അതായത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈബ്രറി ഫങ്ഷൻ ചെയ്തതാണ്.
സെയിം തന്നെ ലൈബ്രറിക്ക് വേണ്ടി സ്റ്റുഡന്റ് ആണെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, പെട്ടെന്ന് ചെയ്യണേ. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് മെസ്സേജില്. ഓക്കെ. നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ച പൈത്തൺ എങ്ങനെ ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ്. ഓക്കെ.
ഇന്നത്തെ സെഷൻ